വലത് കണ്ണിന് നമ്മൾ ഈ ലൈറ്റിലൊക്കെ നോക്കുമ്പോ ഭയങ്കര ഒരു ഇത് ഇപ്പൊ കണ്ണടച്ചിങ്ങനെ നോക്കുമ്പോ പ്രശ്നമില്ല, പെട്ടെന്ന് അപ്പൊ ഫ്രണ്ട്സ് ഇതാണ് ഇത്താന്റെ കട. എന്തോ കൊറിയർ വരുന്നുണ്ട് കേട്ടാ, ഒരാ വിളിച്ചേ. അത് 80 പേരുടെ സാധനങ്ങളുണ്ട്. ഇതൊക്കെ ഒരു ദിവസം കൊണ്ട് തീരുവോ? പിന്നെ തീരില്ല. അമ്മാരോ ഓക്കെയാ? അടിപൊളി പഴംപൊരിയില്ല, ഇതിൽ കരിഞ്ചീര കേട്ട് കിട്ടോ. നല്ല നമ്മളെ റൂം ഫുള്ള് മാറ്റങ്ങൾ വരുത്തിയിരിക്കുകയാണ്. അത് കണ്ട് തുടങ്ങാല്ലേ നമുക്ക്. ഇത്രയും കാലം ആങ്കർ ഇല്ലാന്ന് പറഞ്ഞിട്ട് പിന്നെ എവിടെ പോയാലും നിർബന്ധിച്ചാടെ ആങ്കർ അങ്ങ് വെപ്പിച്ചാള്. എന്താ അല്ലാണ്ടോ ഇവലൊരു അതിലും കെട്ടണം. ഇനിയിപ്പോൾ റൂമിൽ ഇവിടെ ഫുള്ള് ഡ്രസ്സുകൾ തൂക്കാൻ പോവാണ് ഗൈസ്. ഇത്രക്കാരൻ ഡ്രസ്സ് നമ്മളതിലുണ്ടോന്നാണ് എനിക്ക് സംശയം. ആ എന്തായാലും ഇവിടെ കിടക്കാം. തിരിച്ചു കേട്ടെ. ഏത് അല്ല ഈ കിടക്ക അങ്ങ് മറച്ചിട്ടിട്ട് എനിക്കങ്ങ് കിടക്കാലോ. അതൊന്നും നിക്കണ്ട, പൊടിയൊന്നും അത്ര കാര്യമില്ലടോ. പിന്നോ സന്തോഷായോ? എനിക്ക് 1 ലക്ഷം ഉറുപ്പ്യ ലോട്ടറി അടിച്ച സന്തോഷം ഉണ്ടാകുമല്ലേ? ഇതൊക്കെയാണുള്ള സന്തോഷം ഗൈസ്. എന്താ ഇതല്ല, ഇങ്ങനെ ആക്കിയിട്ടല്ല. പിന്നെ അത് ഞാന് ഡോക്ടറെ അടുത്തോ എവിടെ പോകുന്നിട്ടാലും ഉണ്ടല്ലോ, ആ തട്ട് തന്നെ അങ്ങ് മടക്കി വെച്ചേക്കാര. ഒരു പ്രാവശ്യം ഇടുമ്പോഴേക്കും തിരുമ്പാനാവൂലല്ലോ. അപ്പൊ എവിടെ ആറിടാൻ അതിലെട്ടിയാലേ കെട്ടാനുള്ളത് ഇല്ലാത്തോണ്ട്, അല്ലാണ്ട് എവിടെയും വെക്കാൻ സ്ഥലം ഇല്ലാത്തോണ്ടാ. അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ ആക്കിപ്പിച്ചാണല്ലേ. എന്തായാലും ആയിക്കോട്ടെ. ലൈറ്റ് മുലേക്ക് നോക്കുമ്പോ കണ്ണും തോന്നടാ. അതെ, ഇതിൻ്റെ ഉള്ളിൽ ഒരു ഡിം ലൈറ്റ് അല്ലേ, പെട്ടെന്ന് വെളിച്ചത്തേക്ക് നോക്കാനാന്നില്ലടാ. വലത്തെ കണ്ണ് സീനാണല്ലോ. അതെന്താ ചെയ്യാ? അതെന്താ ഉണ്ടായിരിക്കോ? ഫോണിൽ നോക്കുന്നവർക്കൊക്കെ അങ്ങനെ വിഷയം വരിക? അത് ഇന്നലെ വരെ ഒരു വിഷയം ഇല്ലേനല്ലോ, പെട്ടെന്നല്ലടാ. എന്ത് എന്ത് സഭയിലുണ്ടോ കണ്ണിന്റെ ഡോക്ടർ? ചെന്ന് നോക്കട്ടെ അല്ലേ എന്നാ. എന്തായാലും കുറച്ച് കകുവാനല്ല ഉണ്ട്, എല്ലാം കകി വെച്ചിട്ട് പോവാ. ഇന്നെന്നാ ഉച്ചക്കേക്ക്? ഇലയ ചോറോ? എന്തെന്നാ നാടൻ ചോറ്? ഇലയെ പൊതിഞ്ഞിട്ട് ചോറോ? ഞാൻ ചോറ് വെച്ചിട്ട് ഇലയെ പൊതിഞ്ഞ് തന്നാ മതിയോ? എന്നാലും മതി, അതിന്റെ സൈഡിലൊക്കെ ഉപ്പേരിയോ പിന്നെ ഒക്കെ വേണം. അല്ല പുറത്തുനിന്ന് ചോറ് തിന്നാവോ? ആടുന്ന് പറ്റൂല. അവിടെ കുഴപ്പമില്ലല്ലേ? ആടെ പോലെ തന്നെ വെക്കുന്നല്ലേ. അപ്പൊ എനിക്കത് തിന്നാനൊരു ആഗ്രഹമായിട്ടാ. ഒന്ന് മൊത്തം തിന്നൂല, ഒന്ന് വാങ്ങിട്ട് പകുതിയും പകുതിയാണ്. എനക്ക് വേണ്ട, എനക്ക് ഇന്നലത്തെ ബിരിഞ്ചി ഉണ്ട്. ഒക്കെ ആവൂല, പിന്നെ പകുതി ആയിരുന്നു. പകുതി രാത്രിയും തിന്നാൽ രാത്രിയൊക്കെ വേറെ എന്തേലും ഉണ്ടാക്കി തരണം. എന്തായാലും കണ്ണും കാണിക്കണം. എന്നാ അന്നേരം വാങ്ങല്ലേ, അന്നേരം പോയാ മതിയോ കണ്ണ് കാണിക്കാൻ? കുറച്ച് ഞങ്ങൾ റെഡി ആവുമായിരിക്കും അല്ലെ? കാണിക്കണോ? കാണിച്ചാള് അല്ലാണ്ട് കൂടി വന്നാലോ? വെളിച്ചത്തേക്ക് നോക്കും, കണ്ണ് ജസ്റ്റ് നിറുക്കി നോക്കുമ്പോ പ്രശ്നമില്ല. വെളിച്ചത്തേക്ക് നോക്കുമ്പോ ആദ്യം അങ്ങനെ കുഴപ്പമില്ലേ, അപ്പൊ എന്തേലും ചെറിയ വിഷയായിരിക്കും. അപ്പൊ ഫ്രണ്ട്സ് എന്താന്ന് വെച്ചാല് ഞാനിപ്പോ ഇതാ കണ്ണട കടയിലാണുള്ളത് കേട്ടോ. അപ്പൊ സബൈൻ ഹോസ്പിറ്റലിൽ പോയാലും അവിടെ കണ്ണിന്റെ ഡോക്ടർ ഇല്ല. വെളിച്ചത്തേക്ക് നോക്കാനാവുന്നില്ല കണ്ണ്. ഈ വലുത് കണ്ണെന്തോ സീന്. അപ്പോൾ ഈ ക്ലിനിക്കിനൊന്ന് കാണിച്ചു നോക്കട്ടെ. ഓക്കെ, എന്താ ഇപ്പോൾ കാഴ്ചക്കെല്ലാം എന്താ പ്രശ്നമുണ്ടോ പടച്ചോനറിയാം. കാഴ്ചക്കൊന്നും പ്രശ്നമില്ലാണ്ട് നിന്നാ മതിയേനു.
എൻ്റെ വലത് കണ്ണിന് നമ്മൾ ഈ ലൈറ്റിലൊക്കെ നോക്കുമ്പോൾ ഭയങ്കര ഒരു ഇത് ഇപ്പോൾ കണ്ണടച്ചിങ്ങനെ നോക്കുമ്പോൾ പ്രശ്നമില്ല. പെട്ടെന്ന് ഡോറ് തുറക്കുമ്പോൾ പെട്ടെന്ന് കണ്ണിലേക്ക് വെളിച്ചം വരുമ്പോൾ ഇനി ഇത് രാത്രിയാണെങ്കിൽ നമ്മളിങ്ങനെ ഓപ്പോസിറ്റ് വണ്ടിയൊക്കെ വരുമ്പോൾ കണ്ണിൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ടല്ലേ, വേദന പോലെ. ഫോട്ടോ സെൻസിറ്റിവിറ്റി കണ്ടിട്ട് തോന്നുന്നത് ഫോട്ടോ സെൻസിറ്റിവിറ്റി എന്ന് പറയും. ആ ആ അതായിട്ടാണ് നമുക്ക് കേട്ടിട്ട് തോന്നും. കണ്ണും ചെക്ക് ചെയ്ത് നോക്കാം, ചിലപ്പോൾ ചെറിയ പവർ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചെക്ക് ചെയ്ത് നോക്കാം, ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മള് പിന്നെ ഇതിന് വേറെ ഇതിൽ നിന്ന് തന്നെ ചെക്ക് ചെയ്ത് നമുക്ക് കാര്യമെല്ലാം മനസ്സിലാവും അല്ലേ? ചെക്ക് ചെയ്ത് നമുക്ക് അറിയാൻ പറ്റും എന്താ കുഴപ്പമെന്നുള്ളത് അറിയാൻ പറ്റും. പവർ ഉണ്ടെങ്കിൽ മെയിൻ ആയിട്ട് പവറിന്റെ ആയിരിക്കും. അല്ലാണ്ട് നമ്മള് ഈ അല്ലാത്ത കൂളിംഗ് ഗ്ലാസ് അങ്ങനെ വെച്ചിട്ട് ഇത് നോക്കിയിട്ട് ചെയ്യണം അല്ലേ? പവർ ഉണ്ടെങ്കിൽ പവർ കൂടി ആഡ് ചെയ്ത് ചെയ്യുന്നതാണ് എപ്പോഴും ബെറ്റർ. അതില് താടി വെച്ചു, താടി അവിടെ വെച്ചോ, തെറ്റ് കയറ്റിട്ട് ചേർത്ത് വെച്ചു. ഓക്കെ, വലത് കണ്ണിൽ ചെറിയൊരു പവറിന്റെ ഇതുപോലെ കാണുന്നുണ്ട്. നമുക്കൊന്ന് നോക്കാം. ഒന്ന് വെച്ചു. അവിടെ ആ കണ്ണാടിയിൽ നോക്കിയോ? കാണുന്നില്ലേ? ആ താഴത്തെ വരി എങ്ങനെയുണ്ട്? കാണുന്നുണ്ട്. ക്ലിയർ ആയിട്ടുണ്ട്. അതായത് ഈ കണ്ണ് കുഴപ്പമൊന്നുമില്ല, ഈ കണ്ണിനാണ് ചെറിയൊരു സ്ട്രെയിൻ ഉള്ളത്. അപ്പൊ അങ്ങനെയുള്ള കാഴ്ച കുറവായിട്ടുണ്ടോ? അങ്ങനെ കാഴ്ച കുറവെന്ന് പറയാൻ മാത്രമില്ല, ഒരു സ്റ്റാർട്ടിങ് പവർ നെഗ്ലിജിബിൾ പവർ ആണ്. പക്ഷെ നമ്മൾ കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ ഒഴിവായി പോയിക്കോളും കുറച്ച് നാൾ കഴിയുമ്പോൾ. അവനാണ് ചാൻസ്. നിങ്ങൾ ഫുൾ ടൈം കമ്പ്യൂട്ടർ വർക്കൊക്കെ ആയതുകൊണ്ട് സ്ട്രെയിൻ കൂടുതലുള്ള വർക്കാണല്ലോ, അതുകൊണ്ട് അത് ചിലപ്പോ ഇൻക്രീസ് ആയി വരാനും ചാൻസ് ഉണ്ട്. ഇപ്പോഴേ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരുപാട് കൂടി പോകാതിരിക്കും. നമ്മളിപ്പോ ഗ്ലാസ് വെച്ചാലും സെറ്റ് ആയിരിക്കും. ഗ്ലാസ് വെക്കുന്നത് നമ്മൾ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുമ്പോൾ ആന്റി ഗ്ലെയർ കോട്ടിംഗ് നല്ലതായിരിക്കും. ആന്റി ഗ്ലെയർ കോട്ടിംഗ് ഇട്ട് നിങ്ങൾക്ക് ആ ഫോട്ടോയുടെ ഒരു ലൈറ്റിന്റെ ഒരു ബുദ്ധിമുട്ട് പറഞ്ഞില്ലേ, അതിന് വേണ്ടി ചെറിയൊരു ഷെയ്ഡോട് കൂടിയിട്ട് ചെയ്യുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. ഒരു ലൈറ്റ് ഗ്രേ ഷെയ്ഡ് ഇട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കണ്ണിന് കുറച്ച് കംഫർട്ട് കിട്ടുകയും ചെയ്യും. മാത്രമല്ല പവറോട് കൂടി ആഡ് ചെയ്ത് കഴിയുമ്പോൾ ബെറ്റർ ആയിട്ട് വരും. നമുക്ക് ചെയ്യാം. ഇത് ഇത് കുഴപ്പമില്ല, രസമുണ്ട്. വേറെ ഏവിയേറ്റർ ടൈപ്പില് ഏതെങ്കിലും ഉണ്ടോ? ഇതിന്റെ അകത്ത് കോട്ടിങ് വെക്കണം അല്ല? ഇങ്ങനെ ആന്റി ഗ്ലെയർ കോട്ടിങ് ചെയ്യണം. പിന്നെ നമുക്ക് ഒരു ഗ്രേ ഷെയ്ഡ് ഉണ്ടെങ്കിൽ ഒരു ലൈറ്റ് ഗ്രേ ഷെയ്ഡ് കൊടുത്ത് നമ്മുടെ ഫോട്ടോ സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞ ആ ഒരു കാര്യത്തിന് നമുക്കൊരു സൊല്യൂഷൻ ആവും. അപ്പോൾ ഗൈസ് പിന്നെയും ഇതാ കണ്ണട വെക്കൽ തുടങ്ങുകയാണ്. എനിക്കിപ്പോൾ എല്ലാം കൂടി ഇതാണ് ഇഷ്ടപ്പെട്ടത്. ഇതിൻ്റെ വേറൊരു കളർ ഉണ്ട് എന്ന് പറഞ്ഞ് ഇവിടെ സ്റ്റോക്ക് ഇപ്പോൾ വരണല്ല. ഇവിടെ ഈ പച്ച ഇത് രസമുണ്ട്, പക്ഷെ ഒരു ഷെയ്ഡ് വരുമ്പോൾ പച്ച കൊടുക്കുന്ന ആഷാണല്ലേ, നല്ല ഒരു ഗ്രേ ഷെയ്ഡ്. അപ്പോൾ ഇതിൻ്റെ വേറൊരു ഫ്രെയിം വേറൊരു കളറിലുള്ളതുകൊണ്ട് വൈകുന്നേരത്തേക്ക് കിട്ടുമെന്നാണ് മൂപ്പര് പറയുന്നത്. വൈകുന്നേരത്തേക്ക് കിട്ടില്ല. അപ്പോൾ നമുക്ക് എന്നാലും വൈകുന്നേരം വന്ന് വാങ്ങാം. ഇനി മുതൽ കണ്ണട ലുക്കിലായിരിക്കും കേട്ടോ. മിന്നുവിന് ഇവിടെ ഒരു ഉമ്മാൻ്റെ ഷോപ്പുണ്ട്, അവിടുത്തെ ചോറാൻ വേണ്ടിയെന്ന് പറയുന്നത്. ഒരു പൂതി ഞാൻ വീട്ടിൽ വെക്കായിട്ടല്ല, നമുക്കതൊന്ന് വാങ്ങിക്കൊടുക്കാം. അതിന് പോവാം കേട്ടോ. കണ്ണട വൈകുന്നേരം പോയി വാങ്ങണം. കുറേ ആൾ ഈ ഷോപ്പ് കാണുന്നില്ല എന്നെല്ലാം പറയുന്നുണ്ട്. ആ കാണുന്നതാണ് കേട്ടോ ഷോപ്പ്. ഇനിയിപ്പോൾ കാണാണ്ടായി പോയിട്ട് നിങ്ങൾ ഇവിടെ വരാണ്ടായി പോണ്ട. നല്ല ഉച്ചഭക്ഷണം മാത്രമേ ഉള്ളൂ കേട്ടോ, ചോറ് മാത്രമേ ഉള്ളൂ. നല്ല ഫുഡാണ്. വീട്ടിലെ ഊണ് തട്ടുകട 12 മണിക്ക് ആവില്ലല്ലോ അല്ലേ? അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് ഇത്താണ്ട കട. ഇവിടെ ചോറും കറിയൊക്കെ ആവുന്നേ ഉള്ളൂ. നമ്മൾ നേരത്തെ വന്നിട്ട് പക്ഷേ ആവില്ല. ഇന്ന് ചീര ഉപ്പേരിയാ?
ഇതാണ് കട. ഇവിടെ ചോറ് മാത്രമാണ് കേട്ടോ ഉള്ളൂ. മീൻ എവിടെ എല്ലാം ആയി വരുന്നേ ഉള്ളൂ. നമ്മൾ കുറച്ച് നേരത്തെ എത്തി. ഇന്ന് ഞങ്ങൾ എടുത്തു നോക്കാം ഒരു ചോറ്. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാം. ഇവിടെ വേഗം തീർന്നു, അതാ നേരത്തെ വന്നേ. കൊറേ ഉണ്ടല്ലേ ഇന്നോ. അപ്പൊ ഗൈസ് ഇപ്പൊ വീട്ടിലെത്തി. അപ്പൊ ഇനി മുതൽ കണ്ണട വെച്ചിട്ടുള്ള പുത്തൻ ലുക്കായിരിക്കും ഗൈസ്. എന്നെ കണ്ടാൽ ഇനി അപ്പൊ ആരും തിരിച്ചറിയൂല. ഫുള്ള് യോയോ മോഡലായിരിക്കും കണ്ണട ഒക്കെ വെച്ചിട്ട്. ആരെ വിളിക്കേണ്ടല്ലോ, കുവൈത്തിലുള്ള അളിയനായിരിക്കുമോ. ഹലോ, എന്തോ കൊറിയർ വരുന്നുണ്ട് കേട്ടാ. ഒരാ വിളിച്ചേ. അതെ അതെ. അത് 80 പേരുടെ സാധനങ്ങളുണ്ട്. ഇതൊക്കെ ഒരു ദിവസം കൊണ്ട് തീരുവോ? പിന്നെ തീരില്ലേ. ഇതിപ്പോൾ മാക്സിമം കൂടി പോയി കഴിഞ്ഞാൽ 5 ഏറ്റവും വേണ്ട 7 മണി. 7 മണിക്ക് കഴിയും. ഒരു കൊറിയർ വന്നിട്ടുണ്ട് കേട്ടോ ഫ്ലിപ്കാർട്ടിൽ നിന്ന്. ഇന്നത്തെ ദിവസം കുശാല തന്നെയാണല്ലോ നമ്മളെ. കണ്ണ് കാണിക്കാൻ പോയിട്ട് ഓല് പറഞ്ഞ എന്താണെന്നറിയോ, എനിക്ക് കണ്ണട വെക്കണമെന്ന്. കണ്ണട എല്ലാം വെച്ചാൽ ഇനി ഭയങ്കര ലുക്കായിരിക്കുമല്ലോ. എനിക്കാകല്ലേ ഇല്ല, ഇനി കണ്ണടയും കൂടിയും വെച്ചാൽ എങ്ങനെ ഉണ്ടാവും. എനിക്ക് ആദ്യം കണ്ണട ഉണ്ടേനോടോ, ആദ്യം ഞാൻ കണ്ണട വെക്കലുണ്ടേനു. എന്നിട്ട് ഞാനത് ഒഴിവാക്കിയതാ കല്യാണത്തിന് മുമ്പ്. ഇന്നോട് പറയാത്തോണ്ട് എനിക്ക് എന്താ പ്രശ്നമുണ്ടോ? ഇന്നോട് പറയാത്തൊരു രഹസ്യമായിരുന്നു അത്. എന്നാട്ട് ഡിവോഴ്സ് ചെയ്തേക്ക് നീ. എന്നാട്ട് ഡിവോഴ്സ് ചെയ്ത ആളി. അപ്പൊ ഗൈസ് കണ്ണട വൈകുന്നേരം കിട്ടും ആടോ. അത് ഒരു വലത് കണ്ണിന് ഇപ്പൊ പ്രശ്നമൊന്നുമില്ല. ഇനി നമ്മൾ മൈൻഡ് ചെയ്യാണ്ട് ഇട്ടാ പ്രശ്നം വരുമെന്ന് പറഞ്ഞു. അതായത് നമ്മൾ ഫോണൊക്കെ ഇങ്ങനെ ഒരുപാട് യൂസ് ചെയ്യുന്നല്ലേ. പിന്നെ നമ്മളെ വീട്ടിലൊക്കെ നല്ല ലൈറ്റത്തേക്കൊക്കെ ഇങ്ങനെ നോക്കുമ്പോൾ എന്തോ ഫിലിമോ എന്തോന്ന് പറഞ്ഞോളി പ്രശ്നമില്ല, അതങ്ങ് റെഡിയായി. ഒരു വലത് കണ്ണിന് ചെറിയൊരു പവർ ഉണ്ടാവും. ചെറുതെന്ന് പറഞ്ഞാൽ അധികം ഇല്ല, ചെറിയ. ആരാ അയച്ചെന്നറിയോ? ആരാ? അപ്പൊ 30 പേര് അസൈനാറുന്നാണ് കേട്ടോ. കണ്ണൂരുള്ള നമ്മളെ വീഡിയോ ഒക്കെ കാണുന്ന ഒരാളാണ്. ഞാൻ ഗിഫ്റ്റ് ഒന്നും വേണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പം പറഞ്ഞ് വീഡിയോ കാണുമ്പോൾ മിന്നുവിന് എനിക്ക് എൻ്റെ സ്വന്തം പെങ്ങളെ പോലെ ആവുന്നു. എൻ്റെ പെങ്ങൾക്ക് ഞാൻ അയക്കുന്ന ഗിഫ്റ്റാണ്, അതിന് വേണ്ടെന്ന് പറഞ്ഞാലില്ലേ ഞാൻ അയക്കും. ഇല്ല ഞാൻ നമ്പർ വെച്ചിട്ടൊക്കെ അയക്കും. പിന്നെ ഇടങ്ങാറ പോയടുത്ത് എവിടെയോ പോയി വായിക്കൊണ്ട് വരും. അതുകൊണ്ട് മര്യാദയ്ക്ക് അഡ്രസ്സ് പറഞ്ഞോന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ നിർബന്ധിച്ച് അഡ്രസ്സ് അയപ്പിച്ചാണ് കേട്ടോ. എന്തായാലും അസൈനാർ ബ്രോ ഒരുപാട് സന്തോഷമുണ്ട്. നമ്മളിതായിട്ട് അൺബോക്സ് ചെയ്യാല്ലേ? ഇത് ചാവി ഉണ്ടായിക്കോ, അങ്ങനെ മസിൽ പൊട്ടിക്കണ്ട. ഇങ്ങനെ ഞാൻ പൊട്ടിച്ച പ്രശ്നമുണ്ടോ? ഇഷ്ടാ ആണ്. എന്താണ് ഞാൻ ഇതുകൊണ്ടായി തരാം. അവിടെ നിന്ന് പിടിച്ചാതൊന്ന് അധികം ശക്തി കൊടുക്കണ്ട. അച്ചാറാ നോക്കിയൊക്കെ. അച്ചാറല്ല, ഡ്രൈ ഫ്രൂട്ട്സാ. അത് ഇങ്ങനെയൊക്കെ കാണിച്ചത് കേട്ടോ എല്ലാവർക്കും. അപ്പൊ ഗൈസ് ഇതാണ് കേട്ടോ. ഓ എന്ത് അസൈനാർക്കാ നിങ്ങളെന്നൊക്കെ ചെയ്യാല്ലേ. ഇതിൻ്റെ എന്ത് ആവശ്യമുണ്ട്? നമുക്ക് സ്നേഹം മാത്രം പോരെ, എന്തിനാ ഗിഫ്റ്റൊക്കെ. എന്നാലും ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. ഇതിലെല്ലാ ഫ്രൂട്ട്സും ഉണ്ട്, ഡ്രൈ ഫ്രൂട്ട്സ് മിക്സ് ആയിട്ടുള്ള. നല്ല വെയിറ്റ് ഉള്ളതാണ് കേട്ടോ. അപ്പോൾ ഗൈസ് പറഞ്ഞറിയിക്കാൻ വാക്കുകളില്ല കേട്ടോ. നിങ്ങളുടെ സ്നേഹത്തിന് ഞങ്ങൾ എന്താ പകരം തരുക അല്ലേ. എനിക്കൊരു കാര്യത്തിലേ വിഷമമുള്ളൂ. ഇതിപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഇപ്പം എങ്ങനെയാ തിന്ന് തീർക്കുവാന്ന്. എന്താ മര്യാദയ്ക്ക് തിന്നോളണം കേട്ടോ. ഇവിടെ ഡ്രൈ ഫ്രൂട്ട് ഒന്നും കഴിക്കുകയല്ല. എന്നിട്ട് കേശവെല്ലാം കേക്കിലെല്ലാം ഇട്ട് കൊടുക്കല. എന്താ ഡ്രൈ ഫ്രൂട്ട് കഴിക്കുവോ? അറിയൂലാന്നോ?
ഛർദിക്കാണ്ടിരിക്കാൻ കുടിക്കാന്നാ ഇവിടെ ഛർദിക്കാണ്ടിരിക്കുമ്പോ ഇതാ എവിടുന്ന് മുട്ടായി ഇതിന്റെ മുകളിൽ ഇതാ പുളി കൽക്കണ്ടി നാരങ്ങ മുട്ടായി ഇതൊക്കെയാ ഛർദിക്കാണ്ടിരിക്കുവാൻ തോന്നുന്നു ഗുളിക കുടിക്കുമ്പോ. ഇനി ആ സ്ഥാനത്ത് ഇതും വെക്കാം നമുക്ക് അല്ലേ? അത് പാടുന്നോട്ടെ അല്ലേ? അതൊന്നും പറ്റാണ്ടായി നിർത്തി. പിന്നെ ഉമ്മ പറഞ്ഞിക്ക് നമ്മളെ ചോറിന്റെ 12:45 എല്ലാനാണ് കേട്ടോ. ഞാൻ ഇപ്പം 12:45 ഏകദേശം. പിന്നെ കണ്ണടയും വാങ്ങാൻ വൈകുന്നേരം പോണം. എനിക്ക് അവക്കാടോ ജ്യൂസ് അടിച്ച് ചേട്ടേക്കോ ഇതാവും കുടിച്ച് കുറച്ച് റെസ്റ്റ് എടുത്ത് അപ്പണൊക്കെ ഞാൻ ചോറും കൊണ്ടുവരും കേട്ടോ. നല്ല ഞാലിപ്പോവും എനിക്ക് ഒരെണ്ണം തിന്നിട്ട് തുടങ്ങാം. അവിൽ മിൽക്ക് അടിക്കണോ? വീട്ടിൽ ശേഷം നിന്നോട് എല്ലാ സാധനവും ഉണ്ട് കേട്ടോ. കുച്ചിട്ടുണ്ടാകുന്നല്ല അത് നല്ല ആളാല്ലേ ഇനിയും ഇതെല്ലാം തിന്നാൻ പറ്റിയ വിത്ത് പോലുള്ള സാധനം. അങ്ങനെ എന്തോ പറയൂ, ബാസിൽ സീഡോ അങ്ങനെ എന്തോ സീഡുകളാ. ഇതിവിടെ മൂടിയിട്ടൊക്കെ ഉണ്ട്. ഇവിടെ തന്നെ വെച്ചോ. ഓക്കെ സീനോ പ്രത്യേകത്തെ തട്ടാൻ നന്ദി. അപ്പോൾ അവക്കാടോ ജ്യൂസ് അടിക്കാൻ പോവാണ്. ആദ്യം നമുക്ക് അവക്കാടോ ജ്യൂസ് അടിക്കുന്ന അറിഞ്ഞോടായിരുന്നു. ഞാനുണ്ടല്ലോ എന്നിട്ട് തോലിങ്ങനെ കത്തി ഉപയോഗിച്ച് ചെത്തി എന്നിട്ട് അടിച്ച് ശരിയായ കപ്പ്. അപ്പം ഞാൾ വിചാരിച്ച അവക്കാടോ ജ്യൂസ് ഭയങ്കര കയ്പ്പാണ് അല്ലേ? മണ്ടന്മാരായിരുന്നു ഗൈസ് ഞങ്ങൾ. ഇത്രയും ടേസ്റ്റുള്ള ഒരു ഫ്രൂട്ട് ഉപയോഗിക്കുന്ന അറിഞ്ഞോടാണ്ടാണ് അങ്ങനെ ആക്കിയെന്ന് അറിയൂലേ. പിന്നെയാണ് പറഞ്ഞത് അങ്ങനെയല്ല ചെയ്യേണ്ടത്, ഈ കുരു എടുത്തിട്ട് ഇങ്ങനെ സ്പൂണ് കൊണ്ട് ഇങ്ങനെ ഇതാക്കി എടുക്കണം. ഇപ്പം അങ്ങനെയാണ് ചെയ്യല്. എന്താ ടേസ്റ്റ് അല്ലേ? അപ്പോൾ ഇത് അടിച്ച് കൊടുത്തിട്ട് അവന് ചോറ് വാങ്ങാൻ പോകണം. നമുക്ക് ചോറെടുത്തോ? ചോറ് അടുത്ത് വെച്ചാ അതും കുഴപ്പമില്ല. ചമ്മന്തി കുഴപ്പമില്ല അല്ലേ? ഞാനാ ഇതൊക്കെ കഴിക്കുന്നതിന് കുഴപ്പമുണ്ടോന്ന് ചോദിച്ചാൽ ഇത്താൻ്റെ മറുപടി കേട്ടോ. ഞാനേ കുഴപ്പമുള്ളൂ, ഇതൊന്നും കുഴപ്പമില്ല. ഇതൊന്നുമില്ലല്ലോ. ക്യാബേജ് അല്ലേ? അപ്പോൾ ഫ്രണ്ട്സ് ഊണ് പാർസൽ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ കപ്പളങ്ങ ഒന്നും ഇട്ടില്ല എന്നാണ് പറഞ്ഞത്. കപ്പളങ്ങ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം നിങ്ങൾക്ക്? കപ്പളങ്ങ എന്ന് പറഞ്ഞാൽ കറമൂസ. അപ്പോൾ ഇത്ത നല്ല അങ്ങനെ മാക്സിമം അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഇടലില്ല. ഇവിടെ ഇങ്ങനെ പ്രഗ്നൻസിൻ്റെ ആൾക്കാരാണല്ലോ വരിക. അപ്പോൾ ഉച്ചക്കത്തെ ചോറ് മാത്രമേ ഉള്ളൂ കേട്ടോ. അവിടെ രാത്രിയേക്കും രാവിലേക്കും ഒന്നും ഇല്ല. ഒന്ന് മുടിവെട്ടി കളയാല്ലേ? കണ്ണടെല്ലാം വെക്കുന്നല്ലേ, കുറച്ച് ലുക്കാണ്ട്. എങ്ങനെയാ കണ്ണടെല്ലാം വെച്ച് കേങ്ങിൻ്റെ തൊട്ടായാൽ ശരിയാവില്ലല്ലോ. യോയോ ആണ്ടേ. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഒരു സലൂണിൽ വന്നതാണ് കേട്ടോ. സലൂണിൻ്റെ പേര് സ്റ്റൈലോറ. ഓക്കെ, നമുക്ക് അവിടെ ഒന്ന് പോയിട്ട് ലേശ സൈഡിൽ നിന്നും പിന്നെ താടിയൊക്കെ ഇതാണ്ട് നരച്ചിട്ട് മൊയിലാഞ്ചി ചേച്ചതാണ്. മൊത്തം ചോത്തിക്കില്ല. ഇപ്പോൾ എന്ത് ചെയ്യാനാ ഗൈസ്, പ്രായമായി വരികയല്ലേ. 31 വയസ്സിൽ തന്നെ നരച്ച എന്നെ പോലെ താരയിലുണ്ടായില്. ഏമ്പാവളെ നേരം പോയി ചോറ് തിന്നാൽ ഇഞ്ചി പറഞ്ഞ എല്ലാ സാധനവും ഉണ്ട്. ഇല മാത്രം ഇല്ല. ഇല ഒരു ഇലയിലെല്ലാവരും ആക്കിയത് ഇലയിലവർക്ക് മുതലാവോ? തിന്നും വരെയല്ലേ ആണ്. ഇന്ന് നമുക്ക് ഓരോട് പറയണേ ആ ഇല മതി. ഞാനത് ഓർത്തില്ല, സോറി. ഇതാണ് വേണ്ടൊരു രസം അല്ലേ? പോട്ടെ, ആക്കിത്തരാം. അപ്പുറം നിന്നോ. അവിടെയൊക്കെ അയാളെ സർഫിൻ്റെ പൊടിയുണ്ട്, അതും കൂട്ടിയായി പോയി ചോറ് തിന്നലിപ്പം. അല്ല എക്സോ പാറ അവിടെ ഇരുന്ന. അപ്പോൾ ഓരോട് ഞാൻ ചോദിച്ച് പറ്റാത്ത എന്തുണ്ടോന്ന്.
എന്താ പറയാ എല്ലാം പറ്റുന്നതാ, പറ്റാത്ത ഇഞ്ഞേ ഉള്ളൂ. ഇതിന്റെ അകത്തൊന്നും കപ്പളങ്ങ ഒന്നും ചേർത്തിക്കില്ല എന്ന് പറഞ്ഞു. ബീട്രൂട്ടോ മറ്റേ ഇതുണ്ടല്ലോ കറമൂസ ഒന്നും ചേർത്തില്ല എന്ന് പറഞ്ഞു. എന്ത് നമ്മളന്ന് കഴിക്കാൻ പോയപ്പോ ആരോ ചോറ് വാങ്ങാൻ വന്ന് പോരോടാൻ പറയുന്ന കേട്ടത് അവര് പ്രഗ്നന്റ് ആയിട്ടോ. അപ്പൊ ഇത് ധൈര്യമായിട്ട് പോയി കഴിച്ചോളിന്ന്. അപ്പൊ ഓരങ്ങനെ കണക്കാക്കി വെക്കുന്നേക്കും കൊറച്ചിടേ. അത് ചോറല്ല, സൈഡൊക്കെ ഇട്ടതാ. കൊറേ ഇടണ്ടായി. നോക്ക് മക്കളെ, ഓള് ചോറ് മുക്കാലും ബാക്കിയാക്കി ഓളം പോയി. പൂതിയായിട്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ ചോറ് പോലും വെക്കാണ്ട് ഇത്താൻ്റെ അടുത്ത് പോയി വാങ്ങിയ. എന്ത് ചെയ്യാനാ, കുഴച്ച് ഞാൻ അടിക്കുക, അല്ലാണ്ട് ഇപ്പം എന്താ ചെയ്യാനാ, ഞാൻ ഇങ്ങനെ വീർക്കട്ടെ. ഒരാഴ്ച മുമ്പ് ഡ്രൈ ക്ലീന് കൊടുത്തിന് ഇവിടെ, അതായിക്കോ നോക്കിയോട്ടെ. കേൾക്കാൻ പോയാരാ? വേണ്ട വേണ്ട, ഡ്രൈ ക്ലീനിന്റെ ഷോപ്പ് കേട്ടോ. हमारा हो गया. ആളെ കണ്ട അവനിക്ക് ഏതാ ഡ്രസ്സ് എന്നുള്ളത് തിരിയോട്ടോ. ഇങ്ങനെ ആയിരിക്കണം. നമ്മുടെ നാട്ടിൽ ബില്ലെല്ലാം കാണിക്കണ്ടേ, ഒരാളെ മുഖം കണ്ടാൽ മതി. പശ തേക്കണമെന്നല്ല ചോദിച്ചിനി. ഇത് പശയാറ്റ തേച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സീനാവുമല്ലോ. पशा नहीं डाला ना, चेक कर लो. पशा नहीं चाहिए हमको. അപ്പോൾ ഗൈസ് ഇനി ഇത് ഒരു കൊല്ലം അങ്ങനെ തന്നെ കളർ പോവാണ്ട് കിട്ടേണ്ടിയിട്ടാണ്. ഡ്രൈ ക്ലീൻ ചെയ്യണ. ओके, कितना भाई? 120. 120. ओके ओके ഗൈസ്, നമ്മൾ പേഴക്കാപ്പള്ളി അങ്ങാടിയിലാണുള്ളത്. ഡ്രൈ ക്ലീൻ ചെയ്യേണ്ടവർക്ക് അവിടെ പോയി ഡ്രൈ ക്ലീൻ ചെയ്യാം. നാളെ അല്ലേ മാർക്കറ്റ്, ചന്ത നാളെ അല്ലേ? പച്ചക്കറി 11 മണിക്കില്ലേ രാവിലെ? ഇവിടെ ഒരു പച്ചക്കറി മാർക്കറ്റ് ഉണ്ട് കേട്ടോ. അപ്പൊ സുഖാണ്, അവിടെ പോയി നമുക്ക് പച്ചക്കറി വാങ്ങാം ആദായത്തില്. ഇതാണ് പേഴക്കാപ്പള്ളി അങ്ങാടി കേട്ടോ. ഇത്തിരി ഒന്ന് സബൈൻ ഹോസ്പിറ്റലിൽ നിന്ന് നടന്നാൽ ഇവിടെ എല്ലാ മാർക്കറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ഉള്ളിലേനു ബുധനാഴ്ച, എല്ലാ ബുധനാഴ്ച ഇവിടെ പച്ചക്കറി മാർക്കറ്റ് ഉണ്ടാവും കേട്ടോ. ആദായത്തിന് നല്ല പച്ചക്കറി വാങ്ങാം. അപ്പൊ വൈകുന്നേരം 5:30 ഗ്ലാസ് റെഡി ആയിക്കാം. അപ്പൊ നമ്മുടെ ഗ്ലാസ് ഇതാ റെഡി ആയിരിക്കാണ്. പക്ക കൂളിംഗ് ഗ്ലാസ് തന്നെ അല്ലേ? ഇത് മറ്റേ എല്ലാത്ത ഗ്ലാസ് വെച്ച ഒരു ഇത് ഉണ്ടാവില്ല അല്ലെ? പുറത്തൊക്കെ പോകുമ്പോ ഒരു ഇനി ഇങ്ങനെയാണ് ഉണ്ടാവും കേട്ടോ. ഇനി വലിയ അഹങ്കാരിയാ, രാത്രിയും കണ്ണടയും വെച്ചാ നടക്കുന്നുണ്ട്. ഇത് രാത്രി ഇടാൻ പറ്റിയ മോഡലാ അല്ലെ? അതല്ല ഇപ്പൊ ഓരോരുത്തർ റീലെല്ലാം കാണാലോ, രാത്രിയും കൂളിംഗ് ഗ്ലാസ് വെച്ചാൽ ശരിക്കും ഇതായിരിക്കില്ല അതിന്റെ കാരണം. അപ്പൊ നൈറ്റ് യൂസ് ചെയ്യാം അല്ലേ? അപ്പൊ ഇനി ഇങ്ങനെയാണ് കേസ് ഉണ്ടാവുക. ഫുൾ ടൈം ഒന്നും ഞാൻ എന്തായാലും വെക്കൂല, എന്നാലും മുട്ടയും കൂടി മേടിച്ചാൽ സെറ്റാവില്ല. ബാലൻസ് വലത് ലെൻസിലല്ല പവറ്, വലത് ലെൻസിന് ചെറിയൊരു കാഴ്ചക്കുറവെന്ന് പറയാൻ പറ്റില്ല, ചെറിയൊരു സ്ട്രെയിൻ. ആ സ്ട്രെയിനിന് വേണ്ടിയുള്ള വളരെ ചെറിയൊരു പവറാണ് നമ്മൾ അതിലിട്ടേക്കുന്നത്. പിന്നെ അതിന്റെ ഒപ്പം ആന്റിഗ്ലർ കോട്ടിങ്, പിന്നെ വെട്ടടിക്കുന്നതിന്റെ ബുദ്ധിമുട്ട് കുറയ്ക്കുന്ന ആ ഒരു ഷെയ്ഡും കൂടി ചേർത്താണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അത് കാഴ്ചക്കുറവായിട്ടില്ല, നമുക്ക് ചെറിയൊരു സ്ട്രെയിൻ, വലതുകണ്ണിന് ചെറിയൊരു സ്ട്രെയിൻ ഉണ്ട്. ആ സ്ട്രെയിൻ മാറാൻ വേണ്ടിയാണ് നമ്മൾ ഇത് തന്നിരിക്കുന്നത്. ചിലപ്പോൾ ഒരു 6 മാസം കൂടി യൂസ് ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ അത് മാറ്റാൻ പറ്റും, വീണ്ടും ആ കണ്ണും കൂടി പെയിൻ ആക്കിയെടുക്കാൻ പറ്റും. നമ്മളിത് യൂസ് വെച്ചാൽ അത് മാറില്ലേ? മാറി കിട്ടാൻ ചാൻസ് ഉണ്ട്. ആയിക്കോട്ടെ, അപ്പൊ അത് മാറട്ടെ.
അതുവരെ ഇനി ഈ ലുക്കിൽ നടക്കാം. ഇനിയിപ്പോൾ ഉണ്ടെങ്കിൽ എല്ലാം അങ്ങ് ഈ രാത്രി കൂളിംഗ് ഗ്ലാസ് വെച്ച് നടക്കുന്ന മരപ്പൊട്ടനാണല്ലോ ഇനി എന്ന് വിചാരിക്കണ്ട. ഇതെന്റെ വിഷയം കൊണ്ടല്ല, ഇതൊരു ഗ്ലാസ് ആണ്, അത് നിങ്ങൾ മനസ്സിലാക്കണം. ഏതെല്ലോ നടന്മാരല്ലോ അതൊരു ട്രീറ്റ്മെന്റ് ആണ്. നാട്ടിലല്ലോ ഏതെല്ലോ ഇതിലെല്ലാം കാണാം, ടി വിയിൽ ഓരോ പരിപാടിയിലോ രാത്രി ഇങ്ങനെ ഏതോ ഒരു സ്റ്റാർ, ഫിലിം സ്റ്റാർ ആയിട്ട് ഇങ്ങനെ വെച്ച് വന്ന് കണ്ടിട്ട് രാത്രി ഇതൊന്ന് കഴിച്ചു വെച്ചൂടെ. അതല്ല ചിലപ്പോൾ ഇതുപോലെയുള്ള സംഭവമായിരിക്കുമോ. അതുകൊണ്ട് ആരെയും നമ്മൾ ഇനി വിമർശിക്കരുത് എന്നുള്ളൊരു പാഠം ഞങ്ങൾക്ക് ഇപ്പം തിരിഞ്ഞിട്ടാണ്. ഇപ്പൊ ഇവിടുന്ന് എന്തായാലും കഴിച്ചാളിയാ, 2-3 ദിവസം കഴിഞ്ഞിട്ട് ഇട്ട് തൊടാം. എല്ലാം ഇട്ടങ്ങ് പോവല്ലേ. ഞാൻ ഗ്ലാസ് എല്ലാം വെച്ച് ഇപ്പൊ ആളാകെ മാറിപ്പോയിട്ടാ. പഴയ കളിയൊന്നല്ല ഇപ്പൊ. ഞാൻ ആക്കിയതാ. ഇതാ നോക്കി നോക്ക് എന്നോട് എങ്ങനെ ഉണ്ട്, ഒന്ന് വെച്ച് നോക്കി നോക്കുവാണേ. ചെറിയ പവർ ഉണ്ട് അതിന്, രാത്രി ഒക്കെ വെക്കാം. പവർ എന്ന് പറഞ്ഞാ നല്ല വെച്ചാ 0.25 വാറ്റാ. വാ, ഇതിപ്പോ നല്ല ഒരു മാഷ. അപ്പൊ എനക്ക് വെക്കുവാൻ എന്തോ ഒരു മടിയാടോ. ഇത് സാധാ കണ്ണടല്ലോ, ഇത് കൂളിംഗ് ഉള്ളതുകൊണ്ട് ആൾക്കാർ ഇവൻ കൂളിംഗ് ഗ്ലാസും വെച്ച് കറങ്ങുക എന്നുള്ളൊരു മൈൻഡിൽ കാണുമോ, അഹങ്കാരായി പോയോ. ഒരു എല്ലാ തന്നെ ആരതോ കമന്റ് കണ്ട് കംസക്ക് ഇപ്പം ഭയങ്കര അഹങ്കാരം. ഇനിയിപ്പൊ ഇതും കൂടി വെച്ചാ ഓൻ അഹങ്കാരം കൂടി എന്നൊന്നും വിചാരിക്കണ്ട മക്കളെ. ഇത് പവറുള്ള ഗ്ലാസ് ആട്ടോ, മനസ്സിലായി. 6 മാസം കണ്ടിന്യൂ വെച്ചാല് ചെറിയ എന്തോ ഒരു ഇത് എന്നാ പറഞ്ഞ, ഒരു 0.25 അങ്ങനെ എന്തോ അതങ്ങ് റെഡി ആവുമെന്ന് പറഞ്ഞേക്ക്. വെക്കാണ്ടിക്കരുത് എന്നാ പറഞ്ഞേ. പൈസ നല്ലോണം ഉണ്ട്. അതെ. എന്നാ പിന്നെ ഗൈസ്, നമ്മൾ അടുത്തതായിട്ട് ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കാൻ പോവുകയാണ്. ഇന്നൊരു വേറെ വേണ്ടേ, അല്ല മറ്റേ സാധനം അതുണ്ടാക്കണ്ട, ബ്രെഡ് കൊണ്ടുള്ള അത് ഉണ്ടാക്കി വെക്കാം. അത് നാളെ കൂട്ടാം നമുക്ക്. ഇപ്പൊ എന്തായാലും എനിക്ക് കട്ടൻ ചായ തരാം. അത് ഞാൻ എന്റെ ഒരു ഇഷ്ടത്തിനാണ് ഉണ്ടാക്കി വെക്കട്ടെ ട്ടാ. കണ്ണട ഒന്ന് കഴിക്കട്ടെ. എന്തോ ഇത് അവിടെ നോട്ടെ, എന്തോ ഇരുട് പോലെ ഇവിടെ എല്ലാം കൂളിംഗ് ഉള്ളതുകൊണ്ട് നോട്ടല്ലാ. നല്ല അടിപൊളി പഴംപൊരിയിലാ. ഇതിൽ കരിഞ്ചീര കേട്ട് കിട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് ഉമ്മ ഉണ്ടാക്കിയതാ, റിയാസ് ഖാന്റെ. ഇതില്ല സൂപ്പർ ആയിക്ക്. ഉമ്മ ഭയങ്കര ടേസ്റ്റ് ആട്ടോ. ഉമ്മ ഫുഡ് എന്ത് കടി ഉണ്ടാക്കിയാലും അന്ന് എന്തോ സാധനം ഐറ്റംസ് കൊണ്ടുവന്നില്ല, നല്ല അടിപൊളി ഉള്ളിവട. എന്നാ എനിക്ക് ഓർമ്മയില്ല, ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഉമ്മാനോട് ഒരു ബിഗ് താങ്ക്സ് പറയാണ്. എന്തായാലും ഉമ്മക്ക് ഇത് ഉണ്ടാക്കാൻ പറ്റൂല, ഉമ്മാന്റെ കൈപ്പുണ്യമുള്ളതുകൊണ്ട്. രൂപ ആവല് ടേസ്റ്റും വരൂല. ഗൈസ്, സമയം 8:30 ആയിട്ടും അടുക്കളയിൽ നിന്ന് മാറാൻ പറ്റാത്ത ഒരു ഭർത്താവിനെ കണ്ടോ നിങ്ങൾ. ഒരു വെറൈറ്റി സാധനം ഉണ്ടാക്കുകയാണ്. ഇതെന്താണ് എന്നുള്ള നാളത്തെ വീഡിയോയിൽ കാണാം കേട്ടോ നമുക്ക്. ഓക്കെ, ഇന്നത്തെ വീഡിയോ ഈ കുക്കിങ്ങോട് കൂടി നിർത്തുകയാണ്. ഇനി ആർക്കെങ്കിലും ഗസ് ഉണ്ടോ ഇതെന്തായിരിക്കും എന്ന്? ഗസ് ഉള്ളവർ പറഞ്ഞ കേട്ടോ ഇതെന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്നുള്ള.